നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പീപ്പിൾ മൂവർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഫോഴ്സ് ട്രാവലറാണ്. 40 വർഷമായി നമ്മുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണിത്. സുഖ ദുഃഖങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് മരണമായാലും അടിയന്തരമായാലും കല്യാണമായാലും എന്ത് കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാഹനമാണ്. കാരണം ഇതിനെ വെല്ലാൻ മറ്റൊരു മോഡൽ ഇതുവരെ വിപണിയിൽ എത്തിയിട്ടില്ല. അങ്ങനെ 40 വർഷമായി മോണോപോളിയാണ് ഈ രംഗത്ത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ എന്നാണ് പറയേണ്ടത്. ഗംഭീര വാഹനമാണ്. പല പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പുതിയ മോഡൽ വരുമ്പോഴും. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 2026 മോഡലാണ്. ഇതിൽ ധാരാളം മാറ്റങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫീഡ്ബാക്ക് എടുത്തു തന്നെയുള്ള മാറ്റങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പോലും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അതുപോലെ യാത്ര ചെയ്യുന്നവരുടെ ഫീഡ്ബാക്ക്, അതെല്ലാം എടുത്തുകൊണ്ട് ഗംഭീരമായ മാറ്റങ്ങളോട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫോഴ്സ് ട്രാവലറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫോഴ്സ് ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പേര് മാറിയിട്ടുണ്ട്, ട്രാവലർ എൻ എന്നാണ് ഇനി മുതൽ ഫോഴ്സ് ട്രാവലർ അറിയപ്പെടാൻ പോകുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ കണ്ടുവന്നിരിക്കുന്ന ഫോഴ്സ് ട്രാവലർ പൂർണ്ണമായിട്ട് നിർത്തലാക്കിയിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം എൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോഴ്സ് ട്രാവലർ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആയിരത്തി 1987 ഈ വാഹനം ആദ്യമായിട്ട് വിപണിയിലെത്തുന്നത്. അന്ന് ഇതിൻ്റെ പേര് ഇങ്ങനെ ആയിരുന്നില്ല, ടെമ്പോ ട്രാവലർ എന്നായിരുന്നു. മെഴ്സഡസ് ബെൻസിൻ്റെ ലൈസൻസോട് കൂടി അവരുടെ ഒരു മോഡലിൻ്റെ രൂപമാറ്റങ്ങളൊക്കെ വരുത്തി അവരുടെ എഞ്ചിനോട് കൂടിയാണ് അന്ന് ആ വാഹനം വിപണിയിലെത്തിയത്. അതിനുശേഷം 2005 കമ്പനിയുടെ പേര് തന്നെ മാറി. അങ്ങനെയാണ് ഫോഴ്സ് ട്രാവലർ എന്നുള്ള പേര് വന്നത്. നേരത്തെ ടെമ്പോ ട്രാവലർ ആയിരുന്നു. അതുപോലെ തന്നെ 2012 വരെ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ചെറിയ വീതി കുറഞ്ഞ മോഡലാണ് കണ്ടിരുന്നതെങ്കിൽ 2012 വീതി കൂടിയ മോഡൽ വന്നത്. അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ 2012 സംഭവിച്ചു. ഏതായാലും ഇപ്പോൾ ധാരാളം സീറ്റ് കോൺഫിഗറേഷൻസ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. 12, 13, 17, 19 കൂടാതെ ആ വലിയ വീതിയുള്ള മോഡലിന് 25 സീറ്റുള്ള മോഡലുമുണ്ട്. കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതിയ അർബേനിയ വന്നു. അർബേനിയ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും കൂടാതെ എല്ലാത്തിലും AC മോഡൽ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ധാരാളം മാറ്റങ്ങൾ ഈ ഒരു കാലത്തിനിടയ്ക്ക് സംഭവിച്ചെങ്കിൽ പോലും കുറേ പ്രശ്നങ്ങൾ ഇതിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കൂടാതെ എൻജിൻ ഹീറ്റായിട്ട് ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മൾ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാവലർ വാങ്ങിക്കുന്നു, നേരെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു, അതിൻ്റെ അത് പല കാര്യങ്ങളും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് വിനൈൽ ഫ്ലോറിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പല കാര്യങ്ങളിലും ചില പോരായ്മകളുണ്ടായിരുന്നു, നമ്മൾ തന്നെ പരിഹരിക്കുമായിരുന്നു. അങ്ങനെ 1-2 മാസമൊക്കെ വർക്ക്ഷോപ്പിൽ കിടന്ന് അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കിടന്നതിന് ശേഷമായിരുന്നു ഇദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നതെങ്കിൽ ഇനി മുതൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യുക, നേരെ നിങ്ങൾ ഓടിച്ച് വെളിയിലേക്ക് ഇറങ്ങുക. വേണമെങ്കിൽ കർട്ടനും കൂടെ ഫിറ്റ് ചെയ്തു, വേറെ ഒന്നും ചെയ്യാനില്ല. ആ തരത്തിലേക്ക് ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഫോഴ്സ് ട്രാവലറിന്. അപ്പോൾ ഫോഴ്സ് ട്രാവലറിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രവാസികൾ ധാരാളം പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്കറിയാം. അവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിദേശത്ത് നിന്ന് സമ്പാദിക്കുന്ന പണം ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഭൂമിയിലോ മറ്റോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ നിങ്ങളുടെ സ്വത്തിൻ്റെ മൂല്യവും കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം 5% കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ ഇപ്പോൾ മൂല്യമുള്ള കറൻസിയിൽ സമ്പാദിക്കുന്ന പണം ഉപകാരപ്പെടണമെങ്കിൽ അതിന് കുറച്ച് ഭാഗം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ രൂപയിലല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഡോളറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഡോളറിൽ തന്നെ ലാഭം ഉണ്ടാക്കാൻ ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി വഴി പ്രവാസികൾക്ക് നല്ലൊരു അവസരം വന്നിട്ടുള്ളത് ഇതോടൊപ്പം അറിയിക്കുകയാണ്. HDFC ലൈഫ് ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ മൾട്ടി അസറ്റ് സ്ട്രാറ്റജി ഫണ്ട് എന്ന NFO ആണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും മലയാളത്തിൽ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. വെറും $10 മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എത്ര തുക ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട, 0 ടാക്സ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇക്വിറ്റീസിലും, മാർക്ക് വോളറ്റൈൽ ആയിരിക്കുമ്പോൾ സ്വർണം പോലുള്ള അസറ്റുകളിലും, ഇനി ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിലും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ ഫണ്ട് മാനേജറാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. ഇവിടെ നമുക്ക് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ, പിന്നെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ, അതോടൊപ്പം അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാം കൂടി ഒരുമിച്ച് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ മാസം അടയ്ക്കുന്ന പ്രീമിയത്തിന് 120 ഇരട്ടി ലൈഫ് കവർ ഉണ്ടായിരിക്കുന്നതുമാണ്. അലോക്കേഷൻ ചാർജസ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ്, അങ്ങനെയുള്ള ചാർജസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രവാസികൾക്ക് ഇത് നല്ലൊരു അവസരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്കിൽ പോയി
ചെക്ക് ചെയ്യുക. പക്ഷേ പെട്ടെന്ന് വേണം, കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ NF ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. മറ്റ് വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി കുറച്ച് പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്ന ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവരേണ്ടതായിരുന്നു. കാരണം വാഹന മേഖലയിൽ അതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ട്രാവലറിൻ്റെ വിൽപ്പന ഓരോ മാസവും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 55% കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ വർധന ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ യൂണിറ്റുകൾ വിൽപ്പനയുടെ കാര്യത്തിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കാര്യമായ മാറ്റങ്ങൾ നേരത്തെ വരുത്തേണ്ടായിരുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ, മുൻഭാഗം പാടെ മാറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് മുൻഭാഗത്തിൻ്റെ ഡിസൈൻ തന്നെ അങ്ങ് പാടെ മാറിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗം പാടെ മാറിയിട്ട് 2 ഗ്യാപ്പുകളൊക്കെ ഉള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ മെറ്റൽ പീസ് വന്നു. ഇവിടെ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ലോഗോ വന്നു. ഫോഴ്സ് എന്നുള്ള വലിയ ബാഡ്ജിങ് ഇവിടെയും വന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഈ ബോണറ്റ് എന്ന് പറയുന്ന ഭാഗം നേരത്തെ ഫൈബർ ആയിരുന്നു. 2020 തൊട്ട് 2026 വന്ന മോഡലുകൾക്കെല്ലാം ഫൈബർ ആയിരുന്നു ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗമെങ്കിൽ, അതുകൊണ്ടുണ്ടാക്കിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻജിൻ ചൂടാകുമ്പോൾ ഫൈബർ പാർട്ടിന് ചില മാറ്റങ്ങൾ വരും, രൂപമാറ്റങ്ങളൊക്കെ വരും എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഫെൻഡറിൻ്റെ ഈ ഭാഗവുമൊക്കെ ഫൈബർ ആയിരുന്നു മാറ്റി വീണ്ടും മെറ്റലാക്കി മാറ്റിയിരിക്കുന്നു. അന്ന് ഫൈബർ ആയിരുന്നപ്പോൾ മറ്റൊരു പ്രശ്നമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്, ഫൈബർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും രൂപമാറ്റം വരുമ്പോഴത്തേക്കും ഇത് പിന്നെ അടയ്ക്കാൻ പറ്റാതെ വരും. ബോണറ്റ് അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നമൊക്കെ വരുമായിരുന്നെങ്കിൽ അതെല്ലാം പാടെ മാറി മെറ്റലായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നിക്കുന്ന കാര്യമായിരിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ച്. അപ്പോൾ അതാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റം. പിന്നെ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ പാടെ മാറിയിട്ടുണ്ട്. വലിയ ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പ് വന്നിരിക്കുന്നു. അതിന് താഴെ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഈ കാണുന്നത്. അതും പുതുതായിട്ട് വന്നു. അപ്പോൾ ആ ഒരു കൺസോൾ ആ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നോൺ AC മോഡലിന് നേരത്തെ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ മോഡലിലും ഫോഗ് ലാമ്പ് വന്നു. അത് ബമ്പറിൻ്റെ ആ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഭംഗിയായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ രസകരമായിട്ടുണ്ട്. ഒരു എയർ ഡാം പോലൊരു ഭാഗം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതും ഈ ഭാഗത്തിനോട് ചേർന്ന് അങ്ങനെ അതിൻ്റെ തുടർച്ച പോലെ നിലകൊള്ളുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ ബോണറ്റിലേക്ക് വരുമ്പോൾ 1-2 കട്ടുകളൊക്കെ കൊടുത്ത് ഒരു രസമാക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും മുൻഭാഗത്തിൻ്റെ ഒരു ഭംഗി വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് തീർച്ചയായിട്ടും ഫോഴ്സ് മോട്ടോഴ്സ് കാര്യമായ രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുൻഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന മാറ്റം എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ മാറ്റിയിട്ട് അതൊരു കൺസോൾ പോലെ ആക്കി, വലിയ ടേൺ ഇൻഡിക്കേറ്ററുമാക്കി, അതിന് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള നെറ്റഡ് ഭാഗവും കൊടുത്ത് അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ എഞ്ചിനെ സൂചിപ്പിക്കുന്നത് പണ്ട് നമ്മുടെ ബെൻസ് കൊടുത്ത എഞ്ചിനാണ്. അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിന് 2.6 ലിറ്റർ എഞ്ചിനാണ്. അതിനെപ്പറ്റിയാണ് ഈ എഴുതിയിരിക്കുന്നത്. കോമൺ റെയിൽ ആണ്, അതാണ് CR എന്നുള്ളത്. എന്തായാലും അലോയ് വീലുള്ള കാര്യങ്ങളൊന്നും കമ്പനിയായിട്ട് തരുന്നില്ല. വേണമെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. വളരെ വലിയ വിശാലമായ സൈഡ് വ്യൂ മിറേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൽ 2 ഭാഗങ്ങളുണ്ട്. ആ മിററിന് 2 ഭാഗങ്ങൾ ഇതുവഴി വന്നാൽ കാണിച്ചു തരാം. ശ്യാമേ വാ. എനിക്ക് കണ്ണാടിയെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് കോൺവെക്സോ കോൺവേവോ എന്തോ വന്നത് അല്ലേ, ഇത് കൂടുതൽ എന്താ പറയുക ഏരിയ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ താഴെ ഒരു പോർഷനുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ബാക്കിൽ വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിലൊന്ന് പ്രസ് ചെയ്തിട്ട് വേണമായിരുന്നു തുറക്കാൻ. പലപ്പോഴും അത് പ്രസ് ആകില്ല. അതൊക്കെ സ്ഥിരം ഇഷ്യൂസായിരുന്നു. ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രശ്നമാണ്, അവരുടെ ഫീഡ്ബാക്കാണ്. ഇപ്പോൾ അതൊന്നും വേണ്ട. അതാ വളരെ എളുപ്പത്തിൽ തുറക്കുന്നു, വളരെ എളുപ്പത്തിൽ അടയുന്നു. അതൊരു കാർ ലൈക്ക് ഒരു ഡോർ ഹാൻഡിലായി. അതിൻ്റെ ആ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയായി വളരെ സ്മൂത്തായിട്ട് അടയുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും തുറന്നടയുന്ന ഒരു സാഹചര്യത്തിൽ. സാമാന്യം ഭേദപ്പെട്ട ഒരു ഫുഡ് സ്റ്റെപ്പ് അവിടെ വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസമൊന്നും വേറെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും കാണാൻ ഭംഗിയുള്ളൊരു മോഡലാണ് എല്ലാ കാലത്തും ട്രാവലർ. നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ, യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന ബെൻസിൻ്റെ ഈ ടൈപ്പ് വാഹനങ്ങളുമായിട്ട് അതേപടിയുള്ള ഡിസൈനാണ് ഇപ്പോഴും പിന്തുടരുന്നത്. സൈഡിലൊക്കെ ചെറിയ കട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാവലർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 17 സീറ്റർ വാഹനമാണ്. അതിൻ്റെ സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 12 സീറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല ഇപ്പം ഏറ്റവും പുതിയ 19 സീറ്റിലൊക്കെ പുഷ് ബാക്കൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പിന്നിലും കാര്യമായ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബമ്പറിൻ്റെ ഭാഗത്ത് മാറ്റം, ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൂടി വന്നിരിക്കുന്നു. ടെയിൽ ലാമ്പും പാടെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്. അത് ഈ ഒരു രൂപത്തിന് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കട്ടുകളൊക്കെ കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഫോഴ്സ് എന്നുള്ള ബാഡ്ജിങ്ങും ട്രാവൽ എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ ഇതും വളരെ എളുപ്പത്തിൽ തുറക്കാവുന്ന രീതിയിലാക്കി. അമ്മേ മഹാമായി തുറക്കട്ടെ. ഇതാ 2 ഡോറും തുറന്ന് വയ്ക്കുമ്പോൾ ഇത്രയും സ്പേസ്. അതായത് ഇതൊക്കെ വളരെ തോട്ട്ഫുൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അതൊക്കെ ചെറിയ ബാഗൊക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കാവുന്ന രീതിയിലൊക്കെയാണ് സീറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നിർമ്മാണ നിലവാരം ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല.
അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചെറിയൊരു വാഹനം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ വാഹനം. അന്ന് നമ്മുടെ ഒരു പെൺകുട്ടിയാണല്ലോ അന്ന് സംസാരിച്ചത്. ആ പെൺകുട്ടിയുടെ ബ്രദർ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡിസൈനറാണ്, ഫോഴ്സിൻ്റെ പൂനെയിലെ ഡിസൈനറാണ്. അന്ന് കക്ഷി പറയുണ്ടായി കുറേ മാറ്റങ്ങളുള്ള കുറേ മോഡലൊക്കെ വരുന്നുണ്ട് ഫോഴ്സിൽ നിന്നും, അതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ നടക്കുകയാണ്, അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ അടയ്ക്കാം അല്ലേ, അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ട്രാവലറിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ എന്ന് പറയാവുന്നത്. കാലികമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്, ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ പറഞ്ഞ പോലെ സ്ഥിരം ഉപയോഗിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റീരിയർ കണ്ടതെങ്കിൽ ഇൻറ്റീരിയറിലും അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും, നമുക്ക് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് വെളിയിലിറങ്ങി താഴെ നിന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഉള്ളിൽ തന്നെ ഡ്രൈവറുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ തന്നെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പലപ്പോഴും ഈ വിനൈൽ ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ പിന്നീട് വാഹനം വാങ്ങിച്ച ശേഷം ചെയ്യണമായിരുന്നു. അവിടെ റബ്ബർ മാറ്റായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി ഗംഭീര വിനൈൽ ഫ്ലോറൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉൾഭാഗം കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഈ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് മടക്കി വയ്ക്കാൻ പറ്റുന്ന സീറ്റാണ്. അതിന് ചെറിയൊരു ലോക്ക് ഇവിടെ ഉണ്ട്. ആ ലോക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ സുഖമായിട്ട് പ്രവേശിക്കാം. ഇവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾ ഇത് പരിചയമുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയും ഒരു വിനൈൽ ഫ്ലോറിങ് വന്നു എന്നുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ റബ്ബർ മാറ്റാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് നമ്മൾ വാഹനം വാങ്ങിച്ച ശേഷമായിരുന്നു ഇവിടെ ഈ വിനൈലൊക്കെ ചേരുന്നതെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ വിനൈൽ ഫ്ലോറാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ അതിനേക്കാൾ ഭംഗിയുള്ള വിനൈൽ ഫ്ലോർ ഇപ്പോൾ ഇവിടെയും വന്നു, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ പൂങ്കുടി നമുക്ക് വണ്ടി വന്നത്, പൂങ്കുടിയുടെ പേപ്പറൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഭംഗിയുള്ള വിനൈൽ ഫ്ലോർ, അതായത് നല്ല ക്വാളിറ്റിയുള്ള ഭംഗിയുള്ള വിനൈൽ ഫ്ലോർ, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അർബേനിയ എന്ന് പറയുന്നത് കുറേ കൂടി വളരെ മികച്ചൊരു മോഡൽ നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ബാക്കിയൊക്കെ നന്നാക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ കമ്പനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന മാറ്റങ്ങളാണ് ഇതിലെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് റൂഫിൻ്റെ ആണെങ്കിലും ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫൈബർ ക്വാളിറ്റി വളരെ ഗംഭീരമായിട്ട് അങ്ങ് മാറ്റി. അതൊരു ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു ഫൈബറാണ്, കുറച്ച് സോഫ്റ്റുമാണ്, അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, ഇതിലൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അമിതമായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയായിട്ടുമുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് സൈഡ് പാനലും വന്നിരിക്കുന്നത്. സൈഡ് പാനൽ എന്നൊക്കെ പറയുന്നത് നേരത്തെ വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു സംഭവമായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഇവിടെയും വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ അർബേനിയയിൽ കണ്ട ലൈറ്റുകളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ലൈറ്റൊന്നും ഇനി ഉപയോഗിക്കണമെന്നില്ല. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സീറ്റുകളുടെ മാറ്റമാണ്. സീറ്റുകളെന്ന് വെച്ചാൽ സീറ്റുകളുടെ അപ്ഹോൾസ്റ്ററിയും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു എലഗൻ ലുക്കുള്ള ബ്ലൂ കളറ്, അത് കുറച്ച് ഗ്രിപ്പുള്ള ബ്ലൂ കൂടാണ് ഈ ഒരു ഭാഗം കൂടിയാണ്. അതുപോലെ നല്ല അത്യാവശ്യം ബോൾസ്റ്ററിങ് ഒക്കെ ഉള്ളൊരു സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടും ഉള്ള സീറ്റ് വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പുഷ് ബാക്ക് അല്ല, പുഷ് ബാക്ക് സീറ്റുകളും ഇപ്പോൾ മറ്റ് മോഡലുകളൊക്കെ വരുന്നുണ്ട്. അത് പക്ഷേ നമുക്കിവിടെ കൊച്ചിയിൽ അത് എത്തിയിട്ടില്ല. എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. സുഖമായിട്ട് ചേർന്നിരിക്കാൻ പറ്റുന്ന തൈ സപ്പോർട്ടുണ്ട്. പിന്നെ ഓരോ സീറ്റുകളുടെ ഇടയിലും അത്യാവശ്യം വേണ്ട ലെഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാവുന്നത്. അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം, പുഷ് ബാക്ക് ഇല്ല, പക്ഷേ ഇങ്ങനെ തന്നെ നിവർന്നിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. നടുവും നന്നായിട്ട് ചേരുന്നുണ്ട്. ആ തരത്തിലാണ് ഇവിടുത്തേക്ക് ഒരു കുഷനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഓരോ സീറ്റിലും ഈ കാണുന്ന പോലെ 2 ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. പഴമക്കാർക്കായി പഴയ ചാർജർ, പുതിയ കുട്ടികൾക്കായി ജെൻസിക്കായിട്ട് പുതിയ സീറ്റ് ടൈപ്പ്, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് AC മോഡലാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലും പിന്നിലും AC-യുടെ സ്വിച്ച് ഉണ്ട്. നല്ല AC ആണ്, നല്ല ചിൽഡ് ഫീൽ കിട്ടുന്ന AC ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഏരിയ, അതാണ് മറ്റൊരു അമേസിങ് കാര്യം. കാരണം ഈ നേരത്തെ പറഞ്ഞ മരണം, കല്യാണമൊക്കെ ഒഴിച്ചുള്ള ബാക്കിയൊക്കെ നമ്മൾ തീർത്ഥയാത്ര, അതുപോലെ തന്നെ വിനോദസഞ്ചാര യാത്ര, അതിനൊക്കെ നമുക്ക് എപ്പോഴും നല്ല പോലെ സ്ഥലങ്ങൾ കണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ വലിയ ഗ്ലാസ് ഏരിയ ഈ ഒരു AC മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുൻഭാഗത്തെ മാറ്റങ്ങൾ പറയാം. അപ്പോൾ ഗംഭീരമായ ഡാഷ്ബോർഡ്, അതിൽ 14 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ, ഇങ്ങനെ ഒന്നുമില്ല കേട്ടോ, അത്രയും പരിപാടിയൊന്നുമില്ല. കുറച്ച് പ്രിമിറ്റീവ് തന്നെയാണ് ഡാഷ്ബോർഡ്. എന്നാൽ പോലും ഡാഷ്ബോർഡിൻ്റെ
മൊത്തത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. തന്നെയല്ല കുറച്ചുകൂടി മികച്ച ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ മ്യൂസിക് സിസ്റ്റം പോലും നമ്മൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ സ്പേസ് ഡോർ പാഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ച് സ്പീക്കർ അടക്കം വാങ്ങിച്ചൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനുള്ള കാര്യമില്ല. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എ സിയുടെ സ്വിച്ചുകളൊക്കെയാണ് ഈ കാണുന്നത്. റിയർ ഫ്രണ്ട് എ സിയുടെ സ്വിച്ചുകൾ. ഇവിടെ വീണ്ടും ഒരു ചാർജർ പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയും 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഉൾഭാഗത്തെ അതൊന്നും കത്തില്ല. അതായത് നീല നിറയൊക്കെ വന്നു കേട്ടോ. നീല വേണമെങ്കിൽ നീല, വെള്ള വേണമെങ്കിൽ വെള്ള. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ബ്ലൂ നിറത്തിലൊക്കെ ആക്കി പാട്ടൊക്കെ പാടി ബിവറേജിൻ്റെ മുന്നിൽ നിന്ന് കുപ്പിയൊക്കെ വാങ്ങിച്ചാൽ അതോട് കയറിയാൽ മതി. നമ്മൾ ലൈറ്റൊക്കെ ഇവിടെ സെറ്റാണ്. പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് ലൈറ്റുകൾ നമുക്ക് ഇവിടെയും കാണാം. എ സി വെൻറ്റുകളൊക്കെ വളരെ വലിയ എ സി വെൻറ്റുകളാണ്. ഉരുണ്ട എ സി വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നല്ല കാര്യം. ഇവിടെ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, അതിൻ്റെ മാനുവലിൻ്റെ ഗിയർ ലിവർ. ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗമൊന്നും വലിയ ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡ്രൈവർക്കാണെങ്കിലും ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഇപ്പം മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഷേപ്പൊക്കെ മാറി കുറച്ചുകൂടി ഷേപ്പല്ലല്ലോ, അതിൻ്റെ ഷേപ്പ് എങ്ങനെ മാറുന്നില്ല, ഉരുണ്ടല്ലേ ഇരിക്കാൻ പറ്റും. എന്നാലും അതിൻ്റെ എലവൻസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ആ ഒരു ലോഗോ ഇവിടെ കാണാം. ഇവിടെ ഹോണാണ് ഈ കാണുന്നത്. പിന്നെ വളരെ വലിയ മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയും എ സി വെൻ്റ് ഉണ്ട്. പിന്നെ കീ ഇടുന്നത് ഈ ഹോൾ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഇവിടുത്തെ ഈ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ രാത്രിയിൽ വാഹനമൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. നേരത്തെ അത് പുറത്തിറങ്ങി ചെയ്യണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ ഇത് ഇങ്ങനൊരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ആ സ്വിച്ച് നമുക്ക് അതങ്ങനെ അടച്ചും വയ്ക്കാം. ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അത് അടച്ചും വയ്ക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഒരു എമർജൻസി സ്വിച്ചാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല വിസിബിലിറ്റി, ഇതൊന്നും അങ്ങനെ ഉയർന്നൊന്നും നിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. മോശമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അത്തരം മാറ്റങ്ങളെല്ലാം സ്വാഗതാർഹമാണ്. ഇവിടെ ഇതിങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ട്രാവലറിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ട്രാവലറിൻ്റെ ഒരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അത് പിടിച്ച് ഇറങ്ങിപ്പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീക്കറിൻ്റെ സംവിധാനങ്ങൾ ഇവിടെയൊക്കെ സ്പീക്കറിൻ്റെ നെറ്റഡ് ഭാഗമൊക്കെ സ്പീക്കറിൻ്റെയാണ്. അവിടെയൊക്കെ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന അത്രയും സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്പീക്കറാണ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സ്പേസാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറേ സ്പീക്കർ ഒരു മ്യൂസിക് സിസ്റ്റം അതോടെ കയറിയാൽ മതി. എ സി ഫ്രണ്ടിലെ എ സി വിശാലമായി അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ പിൻഭാഗത്തും എ സി വെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ കാര്യത്തിൽ മറ്റ് ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രാവലറെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. കാരണം നമ്മളൊക്കെ എത്രയോ യാത്രകൾ ഇതിൽ ചെയ്തിരിക്കുന്നു. പണ്ടൊക്കെ അറിയാമല്ലോ, ഇറക്കമൊക്കെ ഇറങ്ങി പോരുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി 4 ഡിസ്ക് ബ്രേക്കൊക്കെ ആക്കി. ഇനി അത്തരം പരാതികളൊന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും എനിക്കിപ്പോൾ ഇതിനകത്ത് ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ടിലെ ആ ഒരു പാസഞ്ചർ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ള കാര്യമാണ്. എപ്പോഴും ഈ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് വേറെ തല വയ്ക്കാൻ മാത്രം ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടൽ ക്രാഷ് വരുമ്പോൾ നിങ്ങളുടെ കഴുത്തിനെ സംരക്ഷിക്കുന്നതാണ് ഈ സംഭവം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അപകടം വന്നു കഴിഞ്ഞാൽ കഴുത്ത് ഒടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഒരു ഹെഡ് റെസ്റ്റ് നമ്മളിത് വാങ്ങിച്ചതിന് ശേഷമാണെങ്കിലും ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും ഗ്ലാസ് വിൻഡോസൊക്കെ വളരെ എളുപ്പത്തിൽ നീക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിനിൽ മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിലും കുറച്ച് ട്യൂണിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ കുറേ കൂടി രസകരമാണ് എന്നാണ് ഇപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വാഹനം ഓടിച്ച് നോക്കിയാണ് വേണ്ടത്. അതിന് മുമ്പ് വേറെ ഷോട്ടുകളൊക്കെ എടുക്കാം. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ ചാമേ, കാരണം ഇത്രയും വലിയ വണ്ടി നമ്മൾ വല്ലപ്പോഴല്ലേ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്നും വിട്ടുപോകാതെ കാര്യങ്ങളെല്ലാം എടുക്കാം. അപ്പം ബൈസാർ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. യൂട്യൂബൊക്കെ എത്ര കാലം ഉണ്ടെന്ന് ആർക്കറിയാം. അത് കഴിഞ്ഞാലും ജീവിക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇതിപ്പോൾ ഓടിച്ചു തുടങ്ങിയപ്പോൾ തീരുമാനിച്ചത് യൂട്യൂബിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബൈജു ട്രാവൽസ് എന്ന പേരിൽ ഞാൻ പാമ്പാടിയിലൊരു ട്രാവൽ കമ്പനി തുടങ്ങുകയും കുറേ ഫോഴ്സ്
ട്രാവലറുകൾ വാങ്ങിച്ചിടുകയും ചെയ്യും. എന്നിട്ട് കൊടൈക്കനാലിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് ചോദിച്ച് പോകാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തീരുന്ന സമയത്ത് പറഞ്ഞുതരാം. നമ്മുടെ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വരിക, വിളിക്കുക, നമ്മളങ്ങോട്ട് പോവുക. അപ്പോൾ പോകുന്ന വഴി വാമ്പാടിയിൽ നിന്ന് തുടങ്ങുന്നു. നിർത്തിയായിരിക്കും പോകുന്നത് കേട്ടോ, അതിനകത്ത് സംശയമില്ല. കോട്ടയംകാരാണ്ട് നിർത്തിയേ പോകുള്ളൂ. എപ്പോഴെങ്കിലും കൊടൈക്കനാലിൽ എത്തും, അതേ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു ആഗ്രഹം അത്, കാരണം അത്ര രസകരമാണ് ഇപ്പോൾ ഇത് ഓടിക്കാൻ. ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും കമ്പനി പറയുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഓടിക്കാൻ ഇത്രയും രസം തോന്നുന്നത്. ഒന്ന്, NVS ലെവലുകളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതായത് ഒട്ടും തന്നെ എന്താണ് നോയ്സ് വരാത്തില്ല. ഒട്ടും തന്നെ പറയുന്നത് അതിശയോക്തിയാണ്, കുറച്ചുണ്ടെങ്കിൽ പോലും കമ്പയർഡ് ടു പ്രീവിയസ് മോഡൽ വളരെ ചെറിയ സൗണ്ടൊക്കെ ഇതിലേക്ക് വരുന്നുള്ളൂ. 2, എൻജിൻ ട്യൂണിങ്ങിൻ്റെ കാര്യത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. എൻജിൻ ട്യൂണിംഗ് എന്ന് വെച്ചാൽ ഇതിപ്പം ഈ ബെൻസിൻ്റെ നിന്ന് പണ്ട് വാങ്ങിച്ച എൻജിനാണെങ്കിൽ ഇവർ 40 വർഷം കൊണ്ട് ട്യൂൺ ചെയ്ത് വരികയാണല്ലോ. കാരണം എൻജിൻ ഒന്നും മാറ്റിയിട്ടില്ല. ഇതേ എൻജിൻ തന്നെ ഫോഴ്സ് ഗൂർഖയിലും ഒക്കെ പല തരത്തിൽ ഘടിപ്പിച്ച ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു വലിയ കോഴിക്കോട് ഭാഷ പറഞ്ഞാൽ വലിയ കിട്ടൽ തന്നെയായിരുന്നു. വലിയ കിട്ടലാണ് കിട്ടിയത് ആ എൻജിൻ. അതുകൊണ്ടാണ് ഇത്രയും സുഖമായിട്ട് ഫോഴ്സ് ഇപ്പോഴും ജീവിച്ച് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ എൻജിനിൽ മറ്റെന്തോ ട്യൂണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഓടിക്കാൻ. പിന്നെ ചെറിയൊരു വാഹനം ഓടിക്കുന്ന ഫീലാണ്. നമ്മളിപ്പോൾ പണ്ടത്തെ ഫോഴ്സ് ട്രാവലർ അല്ലെങ്കിൽ മറ്റേ ടെമ്പോ ട്രാവലറൊക്കെ ആയിരുന്ന കാലത്ത് സ്ഥിരം പ്രശ്നം പറയുന്ന വാഹനത്തിന് എൻജിന് ചൂട്, അതുപോലെ തന്നെ കുറേ ദൂരം ഓടിയിട്ട് നമ്മൾ നല്ലൊരു ഇറക്കമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ബ്രേക്ക് ഡിസ്ക് ചൂടാവുന്നു, അങ്ങനെ ബ്രേക്ക് കിട്ടാതെ വരുന്നു. ഇത്ര പല ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം പരിഹരിച്ച് വന്നിരിക്കുന്ന മോഡലായിട്ട് നമ്മളിപ്പോൾ ഇതിനെ കാണേണ്ടത്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്കും ഇവിടേക്ക് മാറ്റിയിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നു. ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ പുതുമകൾ ധാരാളമായിട്ട് ഇവരുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടിക് വെൽഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രിസിഷൻ കൃത്യമായിരിക്കും ഈ ഒരു വെൽഡിങ്ങിൻ്റെ കാര്യത്തിൽ. ഒട്ടും തന്നെ പുറത്തൊന്നും കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് വെൽഡിങ്. ഇപ്പം അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഒട്ടും തന്നെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല, എല്ലാം ഗംഭീരമാണ്. പിന്നെ ഇത് മോണോകോക്ക് ഡിസൈനാണ് ഇതിനുള്ളത്. അത് മോണോകോക്ക് ബോഡി സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാറിലേക്ക് കംഫർട്ട് അതുകൊണ്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ അർബേനിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് അത് ആ ഒരു ബോഡി സ്ട്രക്ചറിൻ്റെ ഒരു റിജിഡിറ്റി നമുക്ക് അനുഭവപ്പെടുക. മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും പുതിയ 7th ജനറേഷൻ റോബോട്ടിക് പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പിശകും കാണിച്ചിട്ടില്ല, അതും റോബോട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അസംബ്ലി ലൈനിൽ കൂടെ വാഹനം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അതും റോബോട്ടുകളൊന്ന് ഇൻസ്പെക്ട് ചെയ്യും വാഹനം. അപ്പോൾ ആ രീതിയിൽ എല്ലാ തരത്തിലും വളരെ ആധുനികമായ നിർമ്മാണ രീതി ഇപ്പോൾ ഇതിനുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊരു കാര്യമുള്ളത്, ഫോഴ്സിൻ്റെ ഈ ഒരു പ്ലാന്റിൽ മറ്റ് പല വാഹന നിർമ്മാതാക്കൾക്കും വേണ്ടി എൻജിൻ വരെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് പ്ലാന്റൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, മറ്റ് പല വളരെ വിഖ്യാതമായ ജർമ്മൻ വാഹനങ്ങൾക്ക് പോലും എൻജിൻ നിർമ്മിച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ അമേസിംഗ് ആണ്. ഇപ്പം ഇതിനകത്ത് ഒരാൾ പോലും ഇരിക്കുന്നില്ല. എന്നിട്ട് പോലും സാധാരണ ഇത് നമ്മൾ പണ്ട് പറയുക ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് പൊതുവെ പറയുക, കൂടുതൽ ആൾക്കാർ ഇരുന്നാൽ കൂടുതൽ സോഫ്റ്റ് ആവുന്നുള്ള കാര്യം. പക്ഷേ എന്തായാലും കുറച്ച് ആളിരിക്കുമ്പോൾ ഏത് സസ്പെൻഷൻ ആയാലും സോഫ്റ്റ് ആവുമല്ലോ. ഇതിൽ ഒരാൾ പോലും ഇരിക്കുന്നില്ലെങ്കിൽ പോലും നല്ല ഗംഭീരമായ സസ്പെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയ കാര്യം. എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് മാറി എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യം. ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൻസിൽ നിന്നും പണ്ട് വാങ്ങിച്ചെടുത്ത 2.6 ലിറ്റർ കോമൺ റെയിൽ എഞ്ചിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. 2596 cc ആണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. 15 bhp എഞ്ചിനാണ്. 2950 RPM മാക്സിമം പവർ കിട്ടുന്നത്. അതുപോലെ തന്നെ 350 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് 1400 2200 RPM ഇടയ്ക്കാണ് കിട്ടുന്നത്. എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെറിയ ചാട്ടം ചാട്ടുകയുണ്ട്. നിങ്ങൾ സസ്പെൻഷൻ്റെ ഒരു സുഖം മനസ്സിലാക്കാൻ ആ ചാട്ടം ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഒട്ടും തന്നെ അറിയാതെ നമ്മൾ ആ ഒരു കുഴി ചാടിയെടുത്തു. അപ്പോൾ 170 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാകാനുള്ള മറ്റൊരു കാരണം അതാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ ഗിയർ ബോക്സ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്തും വളരെ ലൈറ്റുമാണ്. അത് ഇത്തരം വലിയ വാഹനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും മോശമല്ല. എന്തായാലും 3000 മില്ലിമീറ്ററിലധികം വീൽ ബേസ് ഉള്ള വലിയൊരു വാഹനമായിട്ട് സസ്പെൻഷൻ്റെ സെറ്റിങ്സ് ഇത്രയും ഗംഭീരമാക്കിയതിന് നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ എഞ്ചിനീയറിംഗ് ടീമിനെ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ടെന്നുള്ളൊരു സംശയമില്ല. എന്തായാലും സസ്പെൻഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മുന്നിലും പിന്നിലും ലീവ് സ്പ്രിങ്ങും അതുപോലെ തന്നെ സെമി എലിപ്റ്റിക്കൽ സസ്പെൻഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആൻറ്റി റോൾ ബാർ മുന്നിലും പിന്നിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്, ഷോക്ക് അബ്സോർബേഴ്സിനൊപ്പം തന്നെ. അതുകൊണ്ടാണ് ഈ വലിയ ബോഡി റോൾ ഇല്ലാതെ പോകുന്നത്. പിന്നെ മുന്നിൽ ഇതൊന്നും കൂടാതെ ഹൈഡ്രോളിക് ടെലിസ്കോപ്പിക് ഡബിൾ ആക്ടിംഗ്
സസ്പെൻഷനാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ സസ്പെൻഷൻ്റെ ഭാഗം ഗംഭീരമാക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പ്രൊസിഷനുള്ള നല്ല കൃത്യതയുള്ള പവർ സ്റ്റിയറിങ്ങും ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ നല്ല രസകരമായ ഡ്രൈവ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളവർ ഓടിക്കുമ്പോഴായിരിക്കും കൃത്യമായിട്ടും ഈ ഒരു എൻജിൻ ട്യൂണിങ്ങിനൊക്കെ വന്നിരിക്കുന്ന മാറ്റം മനസ്സിലാക്കുക. അപ്പോൾ അത് ഓടിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിലും ഇനിയും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫൈബർ പാർട്ടൊക്കെ വീണ്ടും നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും നന്നാക്കാവുന്നേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി ഒരു ഹൈ എൻഡ് വേർഷൻ ട്രാവലറിന് വരാവുന്നതേ ഉള്ളൂ. അർബേനിയ വന്ന പോലെ തന്നെ അർബേനിയ എന്തായാലും തീർച്ചയായിട്ടും ഒരു കൈക്കുറ്റം തീർന്ന മോഡലാണെങ്കിൽ ട്രാവലർ ഇനിയും കൂടുതൽ നന്മകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കാര്യമായ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഫോഴ്സ് ട്രാവലറിൽ കണ്ടത്. എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡൈനാമിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് അതൊക്കെ ചെയ്തതെന്ന് അറിയില്ല. കാര്യമായ രീതിയിൽ മാറ്റം നമുക്ക് ഓടിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ റിഫൈൻഡായ എഞ്ചിൻ, അതുപോലെ NVH ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമായി. ഇപ്പം വളരെ സ്മൂത്താണ്. ഉൾഭാഗത്തിരിക്കുന്നവർക്കും കാര്യമായ രീതിയിൽ ശബ്ദ കോലാഹലങ്ങളൊന്നും തന്നെ കേൾക്കാനില്ല. അപ്പോൾ എന്തായാലും പടിയായിട്ടാണെങ്കിലും നമ്മുടെ ഫോഴ്സ് ട്രാവലർ ഇപ്പോൾ എന്താ പറയുക, ഒരു ആധുനിക ലോകത്തിന് ചേരുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള സംശയമില്ല. അപ്പോൾ ഇനി വിലയിലേക്ക് പോകുകയാണെങ്കിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും 30-35,000 രൂപ വരെയൊക്കെ വില വർദ്ധിച്ചിട്ടുള്ളൂ. ഒരു വലിയ വാഹനമാകുമ്പോൾ അതൊരു വലിയ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിലകൾ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ 12 സീറ്ററിൻ്റെ മോഡലിന് 20 ലക്ഷം രൂപയാണ് അതിൻ്റെ AC മോഡലിൻ്റെ വിലയെങ്കിലും 18,30,000 രൂപയാണ് നോൺ AC മോഡലിൻ്റെ വില. നമ്മൾ ഇന്നിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഈ മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 21,80,000 രൂപയാണ് ഇതിൻ്റെ AC മോഡലിൻ്റെ വില. നോൺ AC ആകുമ്പോൾ അത് 20,15,000 രൂപയായിട്ട് മാറും. അതുപോലെ 19 സീറ്റിന് നോൺ AC മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. അതിന് 20,85,000 രൂപയാണ് എക്സ്ഷോറൂം വില. ഇതെല്ലാം എക്സ്ഷോറൂം വിലയായിട്ട് പറഞ്ഞത്. എന്ന് വരുമ്പോൾ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടും വലിയ വില കൂടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം കൂടി ഓർപ്പിക്കുന്നു. അത് പ്രവാസികൾക്കുള്ളൊരു നിക്ഷേപ അവസരത്തെക്കുറിച്ചാണ്. രൂപയുടെ മൂല്യം ആ രീതിയിലാണ് കുറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഗ്ലോബൽ മാർക്കറ്റിൽ ഡോളറിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അത്തരത്തിലൊരു നല്ല അവസരമാണ് ഇത് എന്ന് പ്രവാസികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുള്ള ലിങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുക. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പീപ്പിൾ മൂവറിനെ കൂടുതൽ സ്നേഹിക്കാവുന്ന കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ മാറ്റങ്ങളാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൂടുതൽ ഇത്തരത്തിലുള്ള പീപ്പിൾ മൂവേഴ്സിനെ നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സ് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. ഏതെങ്കിലും കല്യാണത്തിനോ അടിയന്തരത്തിനോ നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം. ഓക്കെ.